മാത്രമേ അനുവദനീയമുള്ളൂ, അതല്ലാതെ അനുവദനീയമില്ല. നബി തങ്ങൾ പറഞ്ഞു. പിന്നെ അവർ മനസ്സിലായി. മറ്റൊരു റിവായത്തിൽ ഫലമ്മാ ഖദിമൽ മുഹാജിറൂന ഇലൽ അൻസാർ, മുഹാജിറുകൾ അൻസാറിലേക്ക് വന്നപ്പോൾ തസവ്വജ റജുലുൻ മിനൽ അൻസാർ, മുഹാജിറുകളിൽപ്പെട്ട ഒരു സഹാബി അൻസാരി സ്ത്രീയെ വിവാഹം കഴിച്ചു. ഫഅറാദ അൻ യസ്നഅ ദാലിക, ആ സഹാബി ആഗ്രഹിച്ചു ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന്. മുഹാജിറുകൾ അങ്ങനെ ആഗ്രഹിച്ചു തന്റെ ഭാര്യയെ സമീപിച്ചു, അൻസാരി സ്ത്രീയെ സമീപിച്ചു. അവക്കത് ഇഷ്ടപ്പെട്ടില്ല, അൻസാരി സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അൻകറത്ത് അതിനെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി പല രീതിയിലൊക്കെ ശാരീരികമായി ബന്ധപ്പെടണമെങ്കിൽ ഞങ്ങൾ അൻസാരി സ്ത്രീകളാണ്, ഞങ്ങൾ ചരിഞ്ഞു കിടന്നുകൊണ്ടാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത്. വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ, എന്റെ അടുത്തുനിന്ന് വിട്ടുപോയിക്കോ. ഞങ്ങളുടെ ശൈലിയും രീതിയും ഇങ്ങനെയാണ്, അതല്ല നിങ്ങൾ പറയുന്ന മക്കക്കാരുടെ ശൈലി അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവരും രണ്ടുപേരും വഴക്കായി, പിടിയും വലിയായി, ആകെ പ്രശ്നമായി. ഭാര്യയും ഭർത്താവല്ലയോ, എന്റെ ആവശ്യം നിറവേറ്റി തന്നില്ലെങ്കിൽ പിന്നെ നീ ആരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക, ആകെ പ്രശ്നമായി. രണ്ടുപേരും നേരെ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് എത്തിയപ്പോൾ ഫനസലത് ആയത്തിറങ്ങി, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ഈ ആയത്തിറങ്ങി. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, നിങ്ങൾക്ക് മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും മലർന്ന നിലയിലും ഒക്കെയാകാം, പക്ഷേ ദ്വാരം ഒന്നു മാത്രമേ ആകാവൂ എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുത്തു. ഇനി ഒരുപാട് സംഭവങ്ങൾ ഇതേമാതിരി പല പല സംഭവങ്ങൾ, ഒരു പക്ഷേ നമുക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാരുമായി ഇങ്ങനെയൊക്കെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുകയും, സ്ത്രീകളെ നിങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർ അതിലേക്ക് ആകർഷിച്ചാൽ, അതിലേക്ക് നിങ്ങളെ സമീപിച്ചാൽ, ലാ ത്വാഅത ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടികൾ ഒരു പാപത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ അത് നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. ഭർത്താവിനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കുള്ളതാണ്. പക്ഷെ ആ ഭാര്യ മഅസിയത്തിന്റെ വിഷയത്തിലാണ് എങ്കിൽ, ഭർത്താവ് നിന്നെ ഒരു പാപത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ, പെണ്ണെ ഒരു കാരണവശാലും നീ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. അൻസാരി പെണ്ണുങ്ങളെ പോലെ ഉറച്ചു നിന്നോ, തറപ്പിച്ചു പറഞ്ഞോ, ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല, നടക്കൂല എന്ന് നീ പറഞ്ഞോ. മഖ്ലൂഖിന്റെ വിഷയത്തിൽ, ഖാലിഖിന് ഈ അള്ളാഹുവിന്റെ എതിരായ വിഷയത്തിൽ, പാവങ്ങളുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും എന്റെ ഭർത്താവല്ല ഭാര്യയായാലും ഞാൻ അതിനെ അനുവദിക്കുകയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ചെയ്തു പോയാൽ മൽഊനൻ, ശപിക്കപ്പെട്ടവരാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് ഇനിയൊക്കെ ധാരാളം കിതാബുകളിലൊക്കെ അതിന്റെ രീതികളൊക്കെ പറഞ്ഞ് അതൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്റെ അടുത്ത് രഹസ്യമായിട്ട് ചില്ലക്കട വന്ന് ഞാൻ കിതാബ് എടുത്ത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇനി അതൊന്നും ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് ഇടങ്ങേറാക്കുന്നില്ല. തൽക്കാലം നമ്മൾ ഈ ഹറാമിന്റെ വഴികളൊന്നും സ്വീകരിക്കാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നും പറഞ്ഞു എന്ന് മാത്രം. ഹറാമിന്റെ വഴികൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു, സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു തുണിക്കഷണം എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണേ. ഒരു തുണിക്കഷണം. കാര്യപരിപാടിയെല്ലാം പൂർത്തിയായാൽ ആ തുണിക്കഷണം കൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും നജീസുകൾ നിങ്ങൾ തുടച്ചു മാറ്റിയാൽ, നിങ്ങൾ ഏതൊരു വസ്ത്രം ധരിച്ചുകൊണ്ടാണോ ബന്ധപ്പെട്ടത് ആ വസ്ത്രത്തിൽ നിങ്ങൾക്ക് നമസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ സംഭവം? എന്തോ മനസ്സിലാവാനാ. വെള്ളമുണ്ട് കൊടുത്തു, പള്ളി പോന്ന മുണ്ടാണ്. പെട്ടെന്ന് വന്ന വഴിക്ക് ഭാര്യയെ കണ്ടപ്പോ ഒന്ന് ബന്ധപ്പെടണമെന്ന് തോന്നി. രണ്ടുപേരും കൂടെ അങ്ങോട്ട് ബന്ധപ്പെട്ടു. ശരി, കുഴപ്പമില്ല, ഒരു തോർത്തെടുത്ത് കയ്യിൽ വെച്ചേക്കണം. ആ തോർത്ത് കൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ അവയവങ്ങൾ വരുന്ന ആ നജീസുകൾ തുടച്ചു മാറ്റുക. നിങ്ങൾ ധരിച്ചിരിക്കുന്ന മുണ്ടിലൊന്നും നജീസിന്റെ അംശം പെട്ടിട്ടില്ല എങ്കിൽ ധരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാം എന്നർത്ഥം. മനസ്സിലായോ? ഇത്രയും വിശദീകരണം കൂടുതൽ വേണ്ട.
മനസ്സിലാക്കാൻ കുളിക്കാതെ പോകാൻ അവസ്ഥ. കുളിക്കാതെ പോകാമോ? കുളിക്കാതെ ഇതന്നെ മുണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്, വസ്ത്രത്തിന്റെ കാര്യമാണ് അവിടെ ചർച്ച. അതെ, കുളിക്കാതെ പോകാന്നല്ല, അത് ജനാബത്ത് തന്നെ ആയില്ലേ, അത് വലിയ ശുദ്ധി തന്നെയാണല്ലോ. വസ്ത്രം നജീസാണോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. പിന്നെ ഉലമാക്കൾ പറയുന്നു, ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിന് ശേഷം അവരുടെ രണ്ടുപേരുടെയും ഇന്ദ്രിയത്തിന്റെ തുള്ളി ഒരേ തുണിയിൽ തുടയ്ക്കൽ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്ന വഴക്ക് എപ്പോഴും അടിയായിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് തുണി സൂക്ഷിച്ചു വെച്ചോ. പിന്നെ നിങ്ങൾ തുണി സൂക്ഷിച്ചു വെക്കലല്ല, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് കുളിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അംഗങ്ങൾ അവയവങ്ങൾ കഴുകിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുവെടുത്തിരിക്കണം. ഇദാ അതാഹലഹു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിച്ചു, സുമ്മ അറാദ, വീണ്ടും ഒന്നുകൂടി സമീപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുവെടുത്തിട്ട് ഉറങ്ങിക്കൊള്ളട്ടെ. അങ്ങനെ ജനാബത്തായിട്ട് കിടക്കണ്ട എന്നർത്ഥം. ഭാര്യയുമായി ബന്ധപ്പെട്ടു, ഒന്നുകൂടെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണം? ഇവൻ ഒന്നുവെടുത്തുകൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ കുളിച്ചു കൊള്ളട്ടെ. കുളിക്കലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഉന്മേഷം നമുക്കുണ്ടാകും, ഉന്മേഷമുണ്ടാകും. അതേപോലെ യുക്റഹു ലിർറജുലി അയ്യതിയ സൗജതഹു ബഅദ ഇഹ്തിലാമിൻ ഹത്താ യഗ്തസില ഔ യഗ്സില ഫർജഹു ഔ ദകറഹു. ഫർജ്, ദക്കർ എന്ന് രണ്ടും പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് മാത്രമേ ഫർജ് എന്ന് പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല, ആണുങ്ങൾക്ക് ഉപയോഗിക്കാം. അതീതിന് കിട്ടാൽ ഫർജഹു യഗ്സില ഫർജഹു, അവന്റെ കഴുകുക, അവന്റെ ഫർജ് കഴുകുക എന്നുണ്ട്. ഔ യഗ്സില ഫർജഹു ഔ യബൂല. എന്താ തോളൊക്കെ കുളിക്കുന്നത്? ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല, അതീതിയുള്ള കാര്യമല്ല. മലയാളത്തിലൊന്നല്ല, അറബി തന്നെ പറഞ്ഞത്. എന്താണ് ഇവര് അറബിക്ക് പഠിച്ചാന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ കഴുകാതെയോ കുളിക്കാതെയോ ഒന്നുവെടുക്കാതെയോ നിങ്ങൾ വീണ്ടും രണ്ടാമത് സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഭ്രാന്തുണ്ടാകുമത്രേ. മനസ്സിലായോ? കുളിക്കാതെ കഴുകാതെ തുടച്ചിട്ട് കിടന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ശാരീരികമായി ബന്ധപ്പെട്ടു, അതിലൂടെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി എന്തായി മാറും? ഭ്രാന്തനോ ഭ്രാന്തിയോ ആയി മാറും. ബഹുമാനമുള്ള സഹോദരനെ, ബന്ധപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഒന്നുവെടുക്കുക, കുളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഏറ്റവും നല്ലത് തങ്ങൾ പറഞ്ഞിട്ട് ഒന്നുവെടുത്തിട്ട് കിടന്നോളി, ഒന്നുവെടുത്തിട്ട് കിടന്നോളി, കുഴപ്പമില്ല. ഇനിയിപ്പോ ഉറങ്ങിപ്പോയി, രണ്ടാമതൊന്നും നമ്മളൊന്നും ചെയ്തില്ല, കുഴപ്പമില്ല. രാവിലെ പള്ളി സുബൈക്ക് പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ചിട്ട് പള്ളിയിൽ പോ, സുബൈക്ക് പള്ളിയിൽ പോ, നോമ്പ് കുടിക്കണം, രാവിലെ എഴുന്നേറ്റ് കുഴപ്പമില്ല. ഇടത്താടോ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കിടക്കണം, കുഴപ്പമില്ല. സുബൈക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോൾ നീ കുളിച്ചിട്ട് പോ. നമ്മുടെ ശാരീരിക ബന്ധം കഴിഞ്ഞ് കുളിച്ചിട്ട് കിടക്കലാണ് ശ്രേഷ്ഠമായ കാര്യം, അതാണ് ശ്രേഷ്ഠമായ കാര്യം. രാത്രി എങ്ങാനും മരിച്ചു പോയാലോ എന്തോ ജനാബത്തിന്റെ അവസ്ഥയിലല്ലേ, നഊദു ബില്ലാഹ് കാക്കട്ടെ. അല്ലാഹു തആല നമ്മളെ അശുദ്ധിയായ അവസ്ഥയിൽ മരിപ്പിക്കാതിരിക്കട്ടെ. ചിലപ്പോൾ നമ്മൾ ഈ ക്ഷീണം കൊണ്ടൊക്കെ അങ്ങനെ കടന്നു പോകും. എങ്കിലും നിങ്ങൾ കഴുകിയിട്ടോ ഒന്നുവെടുത്തിട്ടോ കിടക്കണം, അല്ലാതെ കണ്ട് തുടച്ചിട്ട് മാത്രം നമ്മൾ കിടക്കാൻ പാടില്ല. അല്ലാഹു അമൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സംസാരം നല്ലതല്ല, സംസാരം നല്ലതല്ല. നബിതങ്ങൾ പറഞ്ഞു, അലൈകുന്നൽ വഖാർ, അലൈകുന്ന ബിൽ വഖാർ. സ്ത്രീകളെ നല്ല ഗാംഭീര്യത്തോടെ മിണ്ടാതെ അദബോട് കൂടിയിരിക്കണം ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ. അത് അത്ര നല്ലതല്ല. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ ഇത്തിരി സംസാരിച്ചെന്നും പറഞ്ഞ് ഇനി അവരുടെ ഒരു ചിലപ്പോ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങളിപ്പോ ഈ സംസാരിക്കാതെ കണ്ടിപ്പോ ശാരീരികമായി ബന്ധപ്പെട്ടാല് അല്ല മേശരിമാര് പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു ശരീരത്തിൽ പോയി ഞങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ ആയി പോവല്ലോ നബി. അങ്ങനെ തന്നെ പറഞ്ഞത്. മഞ്ജൂറ, ഹബിഷം മഞ്ജൂറ, മേശരിമാര് ആശാരിമാര് പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഫലകത്തിൽ പോയി ഞങ്ങൾ ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലെ ആയിരിക്കുമല്ലോ, പക്ഷെ അത് അത്ര നല്ലതല്ല ഈ സംസാരിക്കൽ. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതെല്ലാം രീതിയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന സൂറത്തുകൾ.
എത്ര സംഭവങ്ങളാണ് ഇനിയും പറയാനുണ്ട്. എനിക്ക് ഈ പറയുന്ന പോലെ പറയാനങ്ങോട്ട് തോന്നുന്നില്ല. പക്ഷെ പറയാതിരിക്കാൻ എങ്ങനെയാണ് ഇത് സംഭവം. ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറെ പേരെ കൊണ്ട് ഒഴിവായിട്ട് ചെറുപ്പക്കാർ മാത്രമാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും വന്നിരുന്നു. എനിക്കൊന്ന് പറയാൻ മനസ്സിൽ വരണ്ടേ. ഞാൻ അറബിയിൽ പറയട്ടെ, നിങ്ങളത് തർജ്ജമ ചെയ്തോളൂ. വലാ യജ്അൽഹാ ഫൗഖഹു വലാ യജ്അൽഹാ ഫൗഖഹു ഫഇന്ന ദാലിക യൂരിസുൽ ഇഹ്തിഖാൻ. ഞാൻ എങ്ങനായി അർത്ഥം പറയുക എന്റെ പടച്ചവന്. അത് നമ്മുടെ സാറൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേരെ. ബൽ റാഫിഅതൻ റിജ്ലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ശാരീരികമായി സ്ത്രീകളെ ബന്ധപ്പെടാം, പക്ഷെ അതിനൊക്കെ നിയമങ്ങളുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ. നമ്മൾ ശാസ്ത്രം ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്. നിന്നുകൊണ്ട് ബന്ധപ്പെടാൻ പാടില്ല. സ്ത്രീകളെ മുകളിൽ കമഴ്ത്തി കിടത്തി ബന്ധപ്പെടാൻ പാടില്ല. അതാണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ പിറകെ നിങ്ങൾ വിക്രാക്കാൻ നിൽക്കണ്ട. എന്തൊക്കെ അടുത്ത ആഴ്ച ക്ലാസ് വെച്ചാൽ അങ്ങനെ ബന്ധപ്പെട്ടാൽ യൂരിസുൽ ഇഹ്തിഖാൻ, മൂത്ര തടസ്സമുണ്ടാകും. വെരിക്കോസ് വെയിൻ പോലുള്ള രോഗമുണ്ടാകും. നിങ്ങളുടെ മനിയെ ഇന്ദ്രിയത്തുള്ളി മുഴുവനും പുറത്തേക്ക് വിസർജിക്കാൻ കഴിയാതെ അത് അകത്ത് തന്നെ കെട്ടിക്കിടന്ന് വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ താഴെ കിടന്ന് ഭാര്യമാരെ മുകളിൽ കിടത്തി നിങ്ങൾ സംയോഗം ചെയ്യരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. ശാസ്ത്രവും പറയുന്ന കാര്യമാണ്. ശാസ്ത്രം ഇപ്പോഴാ പറഞ്ഞത്. ഇസ്ലാം നേരത്തെ പറഞ്ഞ കാര്യമാണത്. എന്താ ഇഷ്ടപ്പെടുന്നില്ലേ ഭായി? ഞാൻ നിർത്തിയ അടുത്ത വഴിയിലേക്ക് കിടക്കുക, വേറെ വഴിയില്ല. അപ്പൊ ഇത് ശാസ്ത്രം പറയുന്നുവെങ്കിലും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ശാരീരിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിയമങ്ങളാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. ഇതൊക്കെ ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും ഒരു ഹദീസ് തുടക്കട്ടോളി. ഇദാ അതാ അഹ്ലഹു ഇദാ ഇന്നർ റജുല ഇദാ അതാ അഹ്ലഹു ലാ യഅതി ഇദാ അതാ അഹ്ലഹു ഫൽയസ്തതിർ വലാ യതജറദ് ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി സമീപിക്കുമ്പോൾ വിവസ്ത്രരായി സമീപിക്കല്ലേ. ഒരു മറയെങ്കിലും ഒരു തുണിയെങ്കിലും നിങ്ങളെ മൂടിക്കിടക്കട്ടെ. മുഴുവൻ, രണ്ടുപേരും മുഴുവൻ അത് പാടില്ല. ഒരു പുതപ്പെങ്കിലും നമ്മൾ മൂടിയിടണം. അവൻ മറച്ചു കൊള്ളട്ടെ. നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യൻദുറിർ റജുലു ഇലാ ഔറത്തിർ റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി. ഒരു പുരുഷനും തന്റെ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കണ്ട. ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കണ്ട. ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഔറത്തിലേക്ക് നോക്കുന്നത് നല്ലതല്ല. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഔറത്തിലേക്ക് നോക്കുന്നത് നല്ലതല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാറഅതു റസൂലുള്ളാഹി സഫർജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തു. ഞാൻ നബി തങ്ങളുടെ ഔറത്തിന്റെ ഭാഗം കണ്ടിട്ടേയില്ല. നബി തങ്ങളും എന്റെ ഔറത്തിന്റെ ഭാഗം കണ്ടിട്ടേയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അത് അദബിന്റെ ഭാഗമാണ്, അത് മര്യാദയുടെ ഭാഗമാണ്. ഇനി തന്റെ ഭാര്യയുടെ കാണാമോ, ഭർത്താവിന്റെ കാണാമോ? കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നബിതങ്ങൾ കണ്ടിട്ടില്ല, ഭാര്യമാരും കണ്ടിട്ടില്ല. അത് അദബിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അടുത്ത ഒരു പുരുഷന്റെ കാണാമോ? പാടില്ല, അത് ഹറാം. അടുത്ത പുരുഷന്റെ പാടില്ല, ഹറാം. പടച്ച തമ്പുരാൻ ഇത് കുളത്തിൽ കുളിക്കാൻ പോണ കണ്ടില്ല, മുണ്ടില്ലാതെ എല്ലാം ഒരുമിച്ച് കുളിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട രീതിയാണ്. 40 ദിവസത്തെ അമല് നഷ്ടപ്പെടുമെന്നാണ്. ഒരുത്തന്റെ ഔറത്ത് ഇവൻ പോയി കണ്ടാൽ അവന്റെ 40 ദിവസത്തെ അമല് പോയി തീർന്നു. ആകപ്പാട് ഒപ്പിച്ചെടുക്കുന്ന ആഴ്ചയിൽ ഒരു ജുമാ മാത്രമാണ്. ഇത് ഇനി 40 ജുമായും കൂടെ പോയി കിട്ടി ഇവൻ ആഖിറത്തിൽ ചെല്ലുമ്പോ ഇവൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ കുളിക്കാൻ പോകുമ്പോ അങ്ങനെ അത് പോയി. പിന്നെ ഓരോരുത്തരൊക്കെ ഓരോ സ്ത്രീകൾ കുളിക്കുമ്പോ വേറെ ഭാഗത്ത് കയറി ഇന്നുകൊണ്ട് നോക്കുന്നതാണ് ഓരോ സ്ഥലങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിരോധിച്ചു. ഹമ്മാം ബാത്റൂമിൽ സ്ത്രീകൾ പോകുന്നതിനെ നബി തങ്ങൾ നിരോധിച്ചു, ഹറാമാക്കി. ബാത്റൂമിലേക്ക് പോവുക അത് ഹറാമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിനകത്തുള്ള ബാത്റൂം അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തു പോയി കുളിക്കുമായിരുന്നു.
പുറത്തുപോയി കുളിക്കുമായിരുന്നു പറയുമ്പോൾ ചിലപ്പോൾ ദൂരത്ത് നിന്ന് അന്യ പുരുഷന്മാരെല്ലാം കാണുന്ന ഒരു സാഹചര്യം. ഇന്ന് നമ്മുടെ ഓരോരോ പാവപ്പെട്ട വീടുകളിൽ, ഈ ലക്ഷം വീട് കോളനി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം മുകളിൽ മറയ്ക്കാത്ത ബാത്റൂമുകളുണ്ട്. കിണറ്റിന്റെ ഭാഗത്ത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച് അല്ലെങ്കിൽ ചെറ്റ കൊണ്ട് മറച്ച് ബാത്റൂം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നമിക്കുമ്പോ ഇപ്പുറത്ത് തെങ്ങിന്റെ മുകളിലോ പേരയുടെ മുകളിലോ നമ്മുടെ പൂവാലന്മാർ കയറി നോക്കുന്നത് ക്യാമറയിൽ പകർത്തുന്നത് ഇവത്തുങ്ങൾ അറിയുന്നില്ല. ഇവത്തുങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ബാത്റൂമിൽ പോകൽ നബിതങ്ങൾ നിരോധിച്ചു. എന്റെ ഹദീസിന്റെ വാക്ക് ഞാൻ ഇപ്പോഴാ വിഷയം പറയേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ ഹദീസിന്റെ ഇബാറത്ത് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് പിന്നീട് പറയാനുള്ളതാണ്. പക്ഷെ ഇങ്ങനെ വന്നപ്പോ അപ്പൊ ആറ്റിലും തോട്ടിലും പോയി പെണ്ണുങ്ങൾ കുളിക്കാവോ? പാടില്ല. ആറ്റിലും തോട്ടിലും പോയി പെണ്ണുങ്ങൾ കുളിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ വീട്ടിനകത്തുള്ള ബാത്റൂം എല്ലാം പൂർണ്ണ സെറ്റപ്പ് ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് അനുവദനീയമാണ്. അതല്ലാതെ തുറന്നു കിടക്കുന്ന ബാത്റൂം ചില പെണ്ണുങ്ങൾ ഇപ്പോഴും കാണാം കിണറ്റിന്റെ കരയിൽ പോയി കുളിക്കും. ഇവിടം വരെ കച്ച കെട്ടി വെച്ചുകൊണ്ട് പോയി കുളിക്കുന്ന കാണാം ഓരോ പെണ്ണുങ്ങൾ. ഇപ്പുറത്താണുങ്ങൾ ഈരാറ്റുപേട്ടയിലെ ഭാഗങ്ങളിലൊക്കെ പോയാല് അള്ളാഹുവെ അപ്പുറത്ത് ആണുങ്ങൾ ഇപ്പുറത്ത് പെണ്ണുങ്ങൾ. അള്ളാഹ് ഇതെന്ത് സംസ്കാരം? അമേരിക്കയാണെന്ന് തോന്നിപ്പോകും ഓരോരോ ഭാഗങ്ങളിൽ. അവിടുത്തെ ആലിമീങ്ങൾ പറഞ്ഞു കുഴഞ്ഞു പോയി. നിങ്ങൾ ഇനി വെള്ളമില്ല, ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? വെള്ളമില്ല, ഞങ്ങൾ വസ്ത്രം അവിടെ പോയി കഴിവിന്റെ പെണ്ണുങ്ങളെ, നിങ്ങൾ വസ്ത്രം ഔറത്തൊക്കെ മറിച്ച് നിങ്ങൾ വസ്ത്രം കഴുകി പോയി തോട്ടിലോ ആറ്റിലോ പോയി കഴുകി. കുളിക്കാൻ നിങ്ങൾ വീട്ടിൽ വാ. നിങ്ങൾ വെള്ളമില്ലാതെ പിന്നെ ആഹാരം പാചകം ചെയ്യുന്നത് എങ്ങനെ? വെള്ളം ചൂടാക്കണത് എങ്ങനെ? ചായ കുടിക്കണത് എങ്ങനെ? അപ്പൊ നിങ്ങൾ കുറച്ച് വെള്ളം ചുമന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നിങ്ങളുടെ ഔറത്ത് മറ്റാരും കാണാത്ത രീതിയിൽ നിങ്ങൾ വീട്ടിനകത്ത് വെച്ച് കുളിക്കും. അവിടെ ന്യായം പറഞ്ഞാൽ നിബിധങ്ങളെ നിരോധിച്ച കാര്യമാണത്. അതുകൊണ്ട് ഒരാൾ മറ്റുള്ള ഔറത്ത് കാണാൻ പാടില്ല. സൂക്ഷിച്ചോളി. ഏതെങ്കിലും ലോഡ്ജൊക്കെ എടുത്തിട്ട് അവിടെ കുളിക്കാൻ പോയാ 4 വശം ഒന്ന് പറഞ്ഞു നോക്കണം. എവിടെയെങ്കിലും ഒക്കെ അല്ല സുന്ദരിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മള് ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്റർനെറ്റിൽ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഫോട്ടോ കാണാം മൊത്തം അതിനകത്ത്. ഇന്ന് സ്കൂളുകളുടെ മൂത്രപ്പുരകളിൽ ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ചെറിയ ബട്ടന്റെ അത്രയുമുള്ള ക്യാമറ വരെ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് ലോകം, ആധുനിക ലോകം. ഇതെല്ലാം എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഓരോ സ്ത്രീകളുടെ ഔറത്തുകൾ അതേപോലെ ഒപ്പിയെടുത്ത് ഇന്റർനെറ്റിൽ കടത്തിവിടുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പുറത്ത് നിങ്ങൾ പോയി കുളിക്കരുത് എന്ന് നബിതങ്ങൾ അന്നേ കാലേ കൂട്ടി നിരോധിച്ചത്. ഇത് ഹറാമാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞത്. അതിന്റെ സാരം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നല്ല പൂർണ്ണമായ നിലയിൽ മറച്ച് ഒതുങ്ങിയ പൂർണ്ണ സംരക്ഷണമുള്ള സ്ഥലത്തുള്ള ബാത്റൂമിൽ മാത്രമേ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ കുളിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആയത്ത് ഗർഭിണിയിലേക്ക് നിൽക്കുകയാണ്. ഇനി ഗർഭിണിയുടെ മഹത്വം പറയണം. അപ്പൊ നമ്മൾ ഈ ശാരീരികമായ ബന്ധം പുലർത്തുന്നതിന്റെ മഹത്വങ്ങളും അതിന്റെ അവസ്ഥകളും രീതികളും നമ്മൾ പഠിച്ചു വെക്കലും നല്ലതാണ്. ഇത്രയെങ്കിലും കാര്യങ്ങൾ ഇനിയെങ്കിലും അമൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇത്ര നാൾ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോയതിന് പശ്ചാത്തപിക്കാനോ നമുക്ക് ഇതൊരു കാരണമായി നമുക്ക് മാറിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വിശദീകരിച്ച് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഒരു അടുത്ത കാര്യം, ചില പുരുഷന്മാർ ശാരീരികമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ ബന്ധപ്പെട്ട രീതിയും ശൈലിയും തന്റെ അടുത്ത കൂട്ടുകാരോട് പരസ്യമായി പറയുന്ന ഒരു സംസ്കാരമുണ്ട്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടച്ച് ചെയ്തിട്ട് പോയി. കിത്മാനുൽ ജിമാ. നമ്മൾ ശാരീരികമായി ബന്ധപ്പെടുന്നത് മറച്ചു വെക്കണം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, صلى رسول الله صلى الله عليه وسلم فلم ينس منه شيئا. നബിതങ്ങൾ നമസ്കരിച്ചു. അന്നത്തെ നമസ്കാരത്തിൽ നബിതങ്ങൾക്ക് ഒന്നും മറന്നുപോയില്ല. നമസ്കാരത്തിൽ സ്വാഭാവികം മറതി സംഭവിക്കുന്ന അർത്ഥം. നബിതങ്ങൾക്ക് മറന്നു. അതെന്തിനാണ്? നമുക്ക് ഇമാമിങ്ങൾക്ക് മറന്നു പോകുമെന്ന് സാരം മനസ്സിലാക്കാൻ. നബിതങ്ങൾക്ക് അന്നത്തെ നമസ്കാരത്തിലൊന്നും മറന്നിട്ടില്ല. അള്ളാന്റെ റസൂല് നമസ്കാരം പൂർത്തിയാക്കി സഹാബാക്കളുടെ നേരെ അള്ളാന്റെ റസൂല് തിരിഞ്ഞിരുന്നു കൊണ്ട് കാല പറഞ്ഞു, മജാലിസക്കും മജാലിസക്കും, എല്ലാരോടും ഇരിക്കണേ, എല്ലാരോടും ഇരിക്കണേ, ആരും പോകല്ലേ, ആരും പോകല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജാലിസക്കും മജാലിസക്കും, നിങ്ങൾ എല്ലാവരും അവിടെ അടങ്ങിയിരിക്കണം. നിങ്ങൾ എല്ലാവരും അടങ്ങിയിരുന്നു. قال النبي صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും
നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുന്നതിന് വേണ്ടി മുറിക്കകത്തേക്ക് കയറിയാൽ കതക് മൂടുകയും നിങ്ങൾ വിരിപ്പ് താഴ്ത്തിയിടുകയും തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തിയതിനു ശേഷം പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൈവറ്റ് മുറിയിൽ കയറി ഭാര്യയുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി നിങ്ങൾ പുറത്തേക്ക് വന്നു. ഹൽ മിൻകും മൻ യുഹദ്ദിസ്, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ രഹസ്യ പ്രവർത്തനങ്ങൾ പറയുന്നവർ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ശാരീരികമായി തന്റെ ഭാര്യയെ സമീപിച്ചിട്ട് റൂമിന്റെ വെളിയിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ഞാൻ എന്റെ ഭാര്യയായിട്ട് കുടുംബമായിട്ട് ഇങ്ങനെ ചെയ്തു, ഞാൻ എന്റെ ഭാര്യയും കുടുംബമായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബാക്കൾ മൗനം ദീക്ഷിച്ചു. സഹാബാക്കളെല്ലാം മിണ്ടാതിരുന്നു. അങ്ങനെ പറയും ഉണ്ടെങ്കിലും പറയാൻ പറ്റുമോ? സഹാബാക്കൾ മിണ്ടാതിരുന്നു. നബി തങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുണ്ടോ സഹോദരിമാരെ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരികളോടോ സുഹൃത്തുക്കളോടോ നിങ്ങൾ ആ രഹസ്യ സംഭാഷണം നടത്തുന്നവരാരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ സഹോദരിമാരെ? നബി തങ്ങൾ ചോദിച്ചു. സ്ത്രീകളോട് ഇപ്പൊ ചോദിച്ചാ പറയൂ, നിങ്ങളടുത്ത് ഇപ്പൊ ഞാൻ ചോദിച്ചാ പറയൂ, ആരെങ്കിലും പറയൂ? മിണ്ടത്തിൽ ഇത് സക്കത്തു. ചില ഈമാനുള്ള തന്റെ ഉള്ളവർ കാണും ചാടി എഴുന്നേറ്റ് ഉസ്താദെ ഉസ്താദെ ഉണ്ട് ഉസ്താദെ എന്ന് പറയുന്നവർ കാണും. ഇതേപോലെ വലിയ മാറുടെ ഉള്ള ഒരു പെണ്ണ്, അവള് മുട്ടിലിഴഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നിന്നു. എല്ലാരും താഴെ ഇരിക്കുക, നമ്മുടെ കൂടെ കസേര വല്ലതും ഉണ്ടോ? അപ്പൊ അവരിങ്ങനെ അപ്പുറത്തിരിക്കുന്നു, നബി തങ്ങൾ ഇങ്ങനെ ദൂരെ മാറിയിരിക്കുന്നു. ഇങ്ങനെ മുട്ടിൽ ഇങ്ങനെ കുത്തി നിന്നിട്ട് നബി തങ്ങൾ ഇവളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ, കാണട്ടെ. ഇവളുടെ സംസാരം നബി തങ്ങൾ കേൾക്കട്ടെ എന്ന് മാത്രമേ ഈ വണ്ണമുള്ള വലിയ മാരുടമുള്ള ഈ പെണ്ണ് നേരെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഐ വല്ലാഹി ഇന്നഹും ലയുഹദ്ദിസൂന വ ഇന്നഹുന്ന ലയുഹദ്ദിസ്ന. നബിയെ, അല്ലാഹുവാണ് സത്യം, പുരുഷന്മാരും പറയും നബിയെ, സ്ത്രീകളും പറയും നബിയെ. കുടുങ്ങിയ ഇന്നത്തെ സംഭവം തന്നെ ഇതൊക്കെ നമുക്ക് പാടവാ. ആദ്യ രാത്രി കഴിഞ്ഞ വിളിച്ചു, അളിയോ 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 അളിയോ, പെണ്ണ് അങ്ങോട്ട്, ചെറുക്കൻ ഇങ്ങോട്ട്. എന്ത് വൃത്തികേട്! അയ്യേ, എന്ത് വൃത്തികേട്! നിന്റെ ഭാര്യയല്ലേ അത്? നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധം പുലർത്തിയിട്ട് മറ്റൊരാളത്ത് വിളിച്ചു പറഞ്ഞാൽ അവന്റെ ശിക്ഷ എന്താ? നിങ്ങൾക്കറിയാവോ ഇങ്ങനെ ചെയ്തവന്റെ ഉദാഹരണം നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒരുത്തൻ ചെയ്ത അവന്റെ ഉദാഹരണം എന്താ? അവന്റെ ഉദാഹരണം എന്താ? ഒരു ആൺപിശാചും പെൺപിശാചും പോലെയാണ്. ഞങ്ങൾ പറയാം, ആൺപിശാചും പെൺപിശാചും ഇടവഴിയിൽ ഒരുമിച്ച് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന റോഡിൽ ഒരു ആൺപിശാചും പെൺപിശാചും ഒരുമിച്ച് കൂടി. അവരുടെ ഹാജത്ത് നിറവേറ്റി. ജനങ്ങൾ മുഴുവനും അവരുടെ തെമ്മാടിത്തര നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയുള്ള അവസ്ഥയായിരിക്കും നാളെ ജനങ്ങളുടെ മുന്നിൽ പടച്ചവൻ ഈ പരസ്യപ്പെടുത്തിയ ഭാര്യയെയും ഭർത്താവിനെയും ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും
ശാരീരിക വേഴ്ച നടത്തിക്കോ, ബാക്കിയുള്ളവരെല്ലാം നോക്കി നിങ്ങളെ പരിഹസിക്കട്ടെ. അങ്ങനെയുള്ള ഒരു പിശാചിനെ പോലെയാണ്, ആൺപിശാചിനെ പോലെ പെൺപിശാചിനെ പോലെയാണ് ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളുടെ ഉദാഹരണമെന്ന് മുഹമ്മദ് മുസ്തഫ വീണ്ടും ഒരു ഹദീസ്, ഇന്ന ശർറൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും നികൃഷ്ടമായവൻ, നീചമായവൻ, നിന്ദ്യനായ പദവിയുള്ളവൻ ആരെന്നറിയുമോ? റജുലുൻ യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി, ഒരു സ്ത്രീയും ഒരു പുരുഷനും ശാരീരികമായി ബന്ധം സ്ഥാപിച്ചതിനു ശേഷം സുമ്മ യൻഷുറു സിർറഹാ, അവരുടെ രഹസ്യം അങ്ങാടിയിൽ പോയി, അതല്ലെങ്കിൽ കൂട്ടുകാരോട് പരസ്യമായി പറഞ്ഞവന്റെയും പറഞ്ഞവളുടെയും ശിക്ഷ നാളെ ആഖിറത്തിൽ ഏറ്റവും നികൃഷ്ടമായ പദവിയായിരിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. കഷ്ടം, നമ്മുടെ ഭാര്യ അടുത്ത് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എത്ര പ്രാവശ്യം നാണക്കട പറയല്ലേ. അങ്ങനെ പറയുന്നവന് കൊടിയ ശിക്ഷയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണിയറ രഹസ്യം പുറത്തുവിടാൻ പാടില്ല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തൽക്കാല ദാമ്പത്യം അവിടെ നിർത്താം. ഓരോരുത്തർക്ക് കണ്ണൊക്കെ തെള്ളി വരുന്നു, മതി. ഇനി അടുത്ത ഭാഗത്തെ കടക്കാം. ഗർഭിണിയായി അവൾ ഗർഭിണിയായാൽ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഗർഭിണിയായി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കൂലിയാണ് ഗർഭിണികൾക്ക് അല്ലാഹു തആല നൽകുന്നത്. കുറഞ്ഞ പദവിയൊന്നുമല്ല, വലിയ പദവിയാണ് അല്ലാഹു തആല നൽകുന്നത്. ഗർഭിണിയായി കഴിഞ്ഞാൽ നിന്റെ ഓരോ അമലുകൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഇരട്ടി പ്രതിഫലമാണ്. പറഞ്ഞാൽ നീ ത്യാഗം സഹിക്കുന്നവളാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം إن للمرأة في حملها إلى وضعها وإلى فصالها كالمتشحط في سبيل الله فإن حلكت فيما بين ذلك فلها أجر الشهيد. ഒരു ഗർഭിണിയായ പെണ്ണെ, നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച കൂലി എന്തെന്നറിയുമോ? ഫീ ഹംലിഹാ, അവളുടെ ഗർഭാവസ്ഥയിൽ, ഇലാ വളഇഹാ, അവൾ പ്രസവിക്കുന്നത് വരെ, വഇലാ ഫിസാലിഹാ, പ്രസവിച്ച് ആ കുട്ടിക്ക് 2 വർഷം പാല് കൊടുക്കുന്നത് വരെ അല്ലാഹു നിനക്ക് നൽകുന്ന കൂലി കൽ മുതശഹ്ഹിതി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സർവസന്നാഹങ്ങളോടുകൂടി ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവ് എങ്ങനെ തയ്യാറായി നിൽക്കുന്നുവോ അവന് നൽകുന്ന കൂലി എന്താണോ ആ കൂലിയാണ് ഗർഭിണിയായ പെണ്ണ് ഗർഭം ചുമക്കുന്നത് മുതൽ ആ ഗർഭം താഴെ ഇറക്കി വെക്കുന്നത് വരെ, ആ താഴെ ഇറക്കി വെച്ച ഭാരം പേറിക്കൊണ്ട് 2 വർഷം പാല് കൊടുക്കുന്നത് വരെ അല്ലാഹു അവൾക്ക് നൽകുന്ന കൂലി അതാണ്. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയി നിൽക്കുന്ന യോദ്ധാവിനെ പോലെ അവളുടെ നിഫാസ്, അവളുടെ നിഫാസിന്റെ രക്തം, അവളുടെ പ്രസവ രക്തം പൂർത്തിയാവുന്നതിന് മുമ്പ് അവളെങ്ങാനും മരിച്ചുപോയാൽ ഫലഹാ അജ്റു ഷഹീദ്, അവൾക്ക് ഷഹീദിന്റെ കൂലിയാണ്, രക്തസാക്ഷിയുടെ കൂലി. ചില പെണ്ണുങ്ങൾ പ്രസവത്തിന്റെ അവസരത്തിൽ മരിച്ചു പോകുമല്ലോ, ചിലര് ഗർഭാവസ്ഥയിൽ മരിച്ചു പോകും, ചിലർ ഹൈദ് നിഫാസിന്റെ അവസ്ഥയിൽ മരിച്ചു പോകും, പ്രസവിച്ച് 40 കുളിക്ക് മുമ്പേ മരിച്ചു പോകും. ഇങ്ങനെ മരിച്ചുപോയാൽ അവർക്ക് അല്ലാഹു നൽകുന്ന കൂലി ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹു അക്ബർ. ഷഹീദിന് അവിടെ ഹിസാബൊന്നുമില്ല, നേരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൽ ഖലീൽ, എന്റെ സമുദായത്തിലെ എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ശുഹദാക്കൾ വളരെ തുച്ഛമാണ്. അൽ ഖത്ലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദാവുന്നവരും, വൽ മത്ഊൻ, പ്ലേഗ് രോഗം പിടിപെട്ട് മരണപ്പെടുന്നവരും, വൽ മബ്തൂൻ,
വയറിൽ ഉദര സംബന്ധമായ രോഗം പിടിപെട്ട് മരിക്കുന്നവരും വൽ ഗരീഖ് മുങ്ങി മരിക്കുന്നവരും വതമൂതു ബിജംഇൻ രണ്ടും കൂടെ ഒരുമിപ്പിച്ച് മരിക്കുക. ഐ നുഫസാ പ്രസവ രക്തമൊലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു പോകുന്നവളും ശുഹദാക്കളാണ്. അവരെല്ലാം ശുഹദാക്കളുടെ പട്ടികയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. നിഫസാക്കളുടെ കാലത്തിൽ, പ്രസവത്തിന്റെ പ്രസവ രക്തത്തിന്റെ കാലത്തിൽ, പ്രസവം കഴിഞ്ഞ ഉടനെ എത്രയോ പേര് മരിക്കുന്നു. ആ അവസ്ഥയിലൊക്കെ മരിച്ചുപോയ ഷഹീദിന്റെ കൂലിയാണ്. മുങ്ങി മരിക്കുക, തീയിൽ വെന്ത് മരിക്കുക, പ്ലേഗ് പിടിപെട്ട് മരിക്കുക, എലിപ്പനി, പ്ലേഗ് പനിയൊക്കെ ഓരോ രോഗം പിടിപെടും. അതേപോലെ വയറ്റിന്റെ അസുഖം പിടിപെട്ട് മരിക്കുക, കോളറായോ ഇളക്കവോ ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ പിടിപെട്ട് മരിക്കുക. ഇവരൊക്കെ ശുഹദാക്കളുടെ പട്ടികയിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക് കുറഞ്ഞ സ്ഥാനമാണോ? ബഹുമാനമുള്ള സഹോദരിമാരെ, നിങ്ങൾ കാര്യമായി ദുആ ചെയ്തോണം. ഗർഭിണികളായ സഹോദരിമാരെ, നിങ്ങൾക്ക് പ്രസവിക്കാൻ ഒരു ദുആ കൂടി പറഞ്ഞു തന്നിട്ട് എന്റെ പ്രസംഗം ഇന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാം. പിന്നെ ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പിന്നെ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്. നമുക്ക് വയറ്റത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കണം ദുആ ചെയ്യേണ്ടതെന്ന് അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പോയി. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ദുആ ചെയ്യണം. നിങ്ങളല്ല പറയേണ്ടത്, അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ പറഞ്ഞുതരാം. ആണിനെ തിരക്കണോ പെണ്ണിനെ തിരക്കണോ, ആരെ ചോദിക്കണം, ഇതൊക്കെ പറഞ്ഞുതരുന്നു. അത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം കേട്ടോളി. ബഹുമാനമുള്ള സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന സ്ഥാനം, ഗർഭിണിമാർക്ക് നൽകുന്ന സ്ഥാനം വളരെ വലുതാണ്. നിങ്ങളുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹുവിന്റെ ദർബാറിൽ ഉന്നതമായ സ്ഥാനമാനമുള്ളതായി മാറും. നിങ്ങൾക്ക് പ്രസവം അടുക്കുമ്പോ ഈ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് എഴുതി കുറിച്ചു വെക്കണേ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രസവം വന്നപ്പോൾ, പ്രസവ സമയമെടുത്തപ്പോൾ, ഫാത്തിമ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലമ്മാ ദനത് വിലാദതുഹാ, ഫാത്തിമ ബീവിയുടെ പ്രസവം അടുത്തപ്പോൾ അമര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, ഉമ്മ സൽമ വ സൈനബ ബിൻത് ജഹ്ഷ്, ഉമ്മ സൽമയോടും സൈനബ ബീവിയോടും അല്ലാഹു റസൂൽ കൽപ്പിച്ചു, അമറഹ അയ്യഖറഅ ഇൻദഹാ ആയത്തുൽ കുർസി. ഗർഭിണിയായ ഫാത്തിമ മോളിന്റെ അരികത്ത് പോയിരുന്ന് ആയത്തുൽ കുർസി ഓതാൻ. ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ജുസ് തുടങ്ങുന്നതിന്റെ പ്രാരംഭത്തിൽ തന്നെയുണ്ട്. പഠിച്ചോ, ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. രണ്ടാമത് സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള എന്ന് തുടങ്ങുന്ന സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്ത്, വയുഅവ്വിദാനിഹാ ബിൽ മുഅവ്വിദതൈൻ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് മൂന്നും ഓതാൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ ഉമ്മു സൽമയോടും സൈനബ ബീവിയോടും പറഞ്ഞു. ഫാത്തിമ മോളുടെ അടുത്ത് പോയിരുന്നു. അവക്ക് ഓതാൻ ചിലപ്പോൾ പറ്റൂല, പ്രസവവേദന എടുത്തിരിക്കുന്ന സമയമല്ലേ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആ പ്രസവ വേദനയെ അതിജീവിച്ചുകൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ ഓദിക്കോ. ഇല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തിൽ നിങ്ങളുടെ ഉമ്മമാർ ഓതട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മാമിമാർ ഓതട്ടെ, മാമിമാരോ ഉമ്മമാരോ ഓതട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് നീ ഓത്. ഇവൻ അതൊന്നും അല്ല സമയം. ഇവൻ മുറുക്കാൻ കടയില് വെറ്റല തിരക്കാണൊക്കെ, വെറ്റല തിരക്കി ഒരു 5-8 കെട്ടി വെറ്റല കൊണ്ട് നമുക്ക് എങ്ങനെങ്കിലും കൊടുത്തിട്ട് പ്രസവിപ്പിക്കാൻ നോക്കുക. നടക്കുവോ? പ്രസവിക്കോ? ഇവിടെ 2 കെട്ട് വെറ്റലൊക്കെ തിന്നിട്ട് അവസാനം ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയും, സോറി വെരി സോറി, പുള്ളിക്കാരുടെ കിവില തെറ്റിക്കിടക്കുകയാണ്, കുഞ്ഞിന്റെ കിവില തെറ്റിക്കിടക്കുകയാണ്, ഇനി എങ്ങാനും വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉത്തരവാദിയൊന്നും അല്ല, പിന്നെ നിങ്ങൾ പിന്നെ നമ്മളെ ചീത്ത വിളിക്കാൻ നിൽക്കും. അത് പറയുമ്പോൾ ഇവൻ അങ്ങോട്ട് ആകപ്പെടും, സാറേ കുഴപ്പമില്ല, കീറിയരാ സാറേ, തീർന്നില്ലേ? എന്നാ നീ അള്ളാഹുവിൽ വരവേൽപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിടക്കട്ടെ. ഫാത്തിമ ബീബി സിസേറിയൻ ഒന്നും ചെയ്യാത്തതാ, അതുകൊണ്ട് എന്റെ ഭാര്യക്കൊന്നും ഒരു കുഴപ്പവും വരൂല എന്ന് നീ തീരുമാനിച്ചിട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രസവിക്കും.
അത് പ്രസവിക്കും. അതുവരെ സബൂറാക്കാൻ സമയമില്ലല്ലോ. ഭാര്യ ആശുപത്രി കൊണ്ട് കയറ്റിയിട്ട് ഇവൻ വെറ്റില വാങ്ങാൻ നടക്കുന്ന പൊയിലേം വെറ്റിലേയും വാങ്ങാൻ നടക്കുക. ആ സമയം കൊണ്ട് പള്ളി വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാ എന്റെ ഭാര്യയെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്, പടച്ചവനെ കത്തി വയ്ക്കാൻ നീ അനുവദിക്കല്ലേ, കുഞ്ഞിനും തള്ളയ്ക്ക് ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് നീ ഒന്നിഞ്ഞ് തരണേ അല്ലാ, നിന്റെ സമ്മാനമാണ് അല്ലാ എന്നും പറഞ്ഞ് ഒന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ആ ഭർത്താവ് പള്ളിയിൽ വെച്ചൊന്ന് ദുആ ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പോകുന്നതിന് മുമ്പ് പ്ലക്കുന്നൊരു സൗണ്ട് കേൾക്കാം. എന്താ കിടക്കുന്നത് ചമ്പവം ക്ലിയർ. വല്ല പ്രശ്നമുണ്ടോ? എന്തെളുപ്പം കാര്യമല്ലേ? അള്ളാഹ്ക്ക് ഇതെല്ലാം വലിയ കാര്യമല്ലേ? നിങ്ങൾ എന്തിനാ ഈ വെപ്രാളപ്പെടാൻ പോണത്? ഒന്ന് ആര് ദുആ ചെയ്യും? ഇത് എന്താണ് കൊച്ചിനെ കയറ്റി ഓപ്പറേഷൻ ആന്ന് പറയുന്നു. പള്ളിയിൽ പോയി 2 റക്അത്ത് ദുആ ചെയ്ത് നീ ഇവിടെ നിന്ന് മോങ്ങാതെ പള്ളി പോയി ആ കണ്ണുനീര് അള്ളാന്റെ അടുക്കൽ അള്ളാഹ് അല്ലേ ഏറ്റെടുക്കുന്നത്? ഡോക്ടർമാരെ കൊണ്ടുപോലെ ഡോക്ടർമാർ പറയും ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ നോക്കി, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാവരും ലാസ്റ്റ് ഘട്ടത്തിൽ ബില്ലൊക്കെ വാങ്ങിയിട്ട് അവർ പറയുന്ന അവസാനത്തെ വാക്ക് എല്ലാം വാങ്ങാനുള്ളതൊക്കെ വാങ്ങി ഐസിയുലിട്ട് വെന്റിലേറ്റർ 3-ാം ഭാഗത്തൊക്കെ കഴിഞ്ഞു കാണും. ഞങ്ങൾ ഭയങ്കരമായ നിലയിൽ പരിശ്രമിച്ചു കേട്ടോ, പക്ഷെ ഒരു രക്ഷയില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറയും എന്ന് പറഞ്ഞ് ഇയാള് വേറൊരു ദൈവത്തിന്റെ വഴിയിലേക്ക് പോകും. അവസാനം നഴ്സ് വന്നിട്ട് പറയും ആരാ സുലൈമാൻ സാഹിബിന്റെ മരിച്ചു കേട്ടോ, പോയി ഇടപാട് തീർന്നു. അപ്പൊ നമ്മൾ അടുത്ത് പോകുമ്പോഴത്തേക്ക് മൂക്കിൽ നിന്ന് പഴുപ്പ് ഇറങ്ങി വരും. 3 ദിവസമായി 3 ലക്ഷം രൂപ വെന്റിലേറ്റർ ഇട്ട് പൈസ വാങ്ങിക്കണ്ടായി. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്വാധീനിക്കും. പടച്ചവനെ എന്റെ ഭാര്യ ആശുപത്രിയിൽ കയറ്റി നീ അല്ലാതെ മറ്റാരുമില്ല. അള്ളാഹു മലക്കുകളെ ഇറക്കി സുഗമമായ നിലയിൽ ആ പെണ്ണിന്റെ വയറ്റിലൂടെ തടകി അൽഹംദുലില്ലാ സുഖം പ്രസവം തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ അള്ളാന്റെ മുന്നിൽ പോയി കരയാ, ഡോക്ടറിന്റെ മുന്നിൽ പോയി കരയാതെ. സഹോദരിമാരെ പൊയിലേയും വെറ്റിലേയും ഒന്നും തിന്നാതെ നിങ്ങളും കിടന്ന് ഓത്, ഈ ആയത്തെ കുറിച്ച് ഓത്. എന്തിനാ ഇതൊക്കെ തിന്നാൻ പോണത്? അതൊക്കെ ആര് പറഞ്ഞു? ബഹുമാനമുള്ള സഹോദരിമാരെ, പ്രസവിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവിടെ മുതൽ അങ്ങോട്ട് ഓരോ വാപ്പാടെ ഉമ്മാടെ ഉത്തരവാദിത്തം ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പൊ ഇതിങ്ങനെ ഈ ഭാര്യമാരുടെ വിഷയം വന്നപ്പോ, അല്ല ഗർഭിണിമാരുടെ വിഷയം വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്. അപ്പോ നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, നീ ഗർഭിണിയായെന്ന് ഉറപ്പായാൽ നിന്റെ അടുത്ത ഉത്തരവാദിത്തം എന്താണ്? രണ്ടുപേരും പ്രാർത്ഥിക്കണം. അല്ല അവര് മാത്രം, അവള് മാത്രമല്ല, ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണം ഗർഭിണിയാന്ന് ഉറപ്പായാൽ. ലഇൻ ആതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. പടച്ചവനെ നീ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച കുഞ്ഞിനെ സാലിഹായ കുഞ്ഞാക്കി തന്നാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും അല്ലാഹ്. ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും നിന്നോട്. നീ ഞങ്ങൾക്ക് തരുന്ന സന്താനം സാലിഹായ സന്താനമാക്കി താ അല്ലാഹുവേ, എങ്കിൽ നിന്നോട് തീർച്ച ഞങ്ങൾക്ക് കടപ്പാടുണ്ട് നാഥാ. ഗർഭിണി നിന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും. അതിന് സഹായിച്ച ഭർത്താവെ നിന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും. നിങ്ങൾ രണ്ടുപേരും ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ്. സ്വാലിഹായ സന്താനം. അല്ലാതെ അല്ലാഹുവേ ഒരു ആൺകുഞ്ഞിനെ തരണേ അല്ലോ, നല്ല ഒരു പഞ്ചാര കുട്ടനെ തരണേ അല്ലോ പടച്ചവനെ. അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആണെന്നോ പെണ്ണെന്നോ അല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലേ? ആണെന്നോ പെണ്ണെന്നോ ആണോ ദുആ ചെയ്യേണ്ടത്? ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒക്കെ കണ്ടിട്ട് അല്ലാഹുവേ ഞാൻ ഇവനെ പോലെ ഒന്ന് ക്രിക്കറ്റ് കളിപ്പിക്കാൻ വിട്ടേക്കാം എന്റെ റബ്ബേ, ഇവനെ എന്നൊരാണാക്കി താന്ന, പെണ്ണാന്നെങ്കിൽ കളിപ്പിക്കാൻ പറ്റുമോ? ഉമ്മ മോനെ പഞ്ചാര വാങ്ങിച്ചോണ്ട് പോടാന്ന് പറയുമ്പോഴാണ് ഇവൻ അല്ല ബാറ്റും ഉണ്ട എടുത്തോണ്ട് പോണത്. പഞ്ചാര അല്ല ഉണ്ട വെച്ച് ചായ അനത്തിയാൽ മതി എന്നുള്ളതിന്റെ തെളിവാണത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടിയാ ഇന്നത്തെ കുട്ടികള്. അതുകൊണ്ട് ഞാൻ തുടക്കത്തില് പറഞ്ഞല്ലോ അത് മറന്നുപോയാ പോയി. ഉമ്മ വിളിച്ചാ വാറ്റും എടുത്തോണ്ട് പോകും. അത് ബിസ്മില്ലാഹ് മറക്കാത്താണെങ്കിൽ ഉമ്മ വിളിച്ച നേരെ ഇങ്ങോട്ട് അടുത്തേക്ക് വരും. അപ്പോ ദുആ ചെയ്യേണ്ടത് ആണെന്നല്ല പെണ്ണെന്നല്ല. ദുആ ചെയ്യേണ്ടത് ലഇൻ ആതൈതനാ സാലിഹൻ ലനകൂനന്ന മിനശ്ശാകിരീൻ. എന്താ നിങ്ങൾക്ക് പെണ്ണിനോട് ഇത്ര ഒരു വിഷമം? പെണ്ണെന്ന് കേൾക്കുമ്പോ എന്താ നിങ്ങൾക്ക് ഇത്ര കുഴപ്പം? പെണ്ണിനോട് എന്താ ഇത്ര നിങ്ങൾക്ക് നീരസം? ആർക്കാണ് അല്ലാഹു നബി ഇസ്ലാമിൽ സ്ഥാനം നൽകിയത്? ആൺകുട്ടിക്കാണോ പെൺകുട്ടിക്കാണോ?
പെണ്ണിനെ കുറിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ആണിനെ കുറിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇവരുമായി നമുക്കുള്ള ബന്ധം എന്താണ്? അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അതങ്ങനെ തോന്നും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത മാസം 12-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സിസേറിയനോ അല്ല ക്ലാസ്. അടുത്ത മാസം 12-ാം തീയതി. അതൊക്കെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഈ സിസേറിയനൊക്കെ നേരത്തെ തീരുമാനം അള്ളാഹ് തീരുമാനിക്കുന്നതിന് മുമ്പ്. പക്ഷേ 12-ന് മുമ്പ് ചിലപ്പോൾ 31 ആകുമ്പോൾ, അതിന് മുമ്പുള്ള മാസം 31 ആകുമ്പോൾ പ്രസവം നടക്കും. ഓരോരുത്തർ തീരുമാനിക്കുന്ന